റിയാസ്, ഇത് തന്നെയാണ് നേരത്തെ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. DMEയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഇത്രമാത്രം കാലതാമസത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതിനുശേഷം 6 മാസത്തിന് മുമ്പ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നു, ഇത് കണ്ടെത്തുന്നു, വീണ്ടും മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ അതിനകത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതെ, കാരണം മറ്റൊരു കാര്യം നമ്മൾ വ്യക്തമാവേണ്ടത്, ഈ ഒരു സംഭവത്തിൽ കഴിഞ്ഞ ഡിസംബർ 12-ന് ഹർഷിനെയെ ആരോഗ്യമന്ത്രി വിളിച്ച കാര്യം നമ്മൾ ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മന്ത്രി ഹർഷിനേക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെ ആ ഒരു അന്വേഷണ സമിതി റിപ്പോർട്ട് വ്യക്തത ഇല്ല എന്ന് പറയുമ്പോഴും മന്ത്രി പറഞ്ഞത് ശാസ്ത്രീയ അന്വേഷണത്തിനായി പ്രത്യേക ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കും, എന്നിട്ട് 1 മാസത്തിനകം നിങ്ങൾക്ക് നീതി ഉറപ്പാക്കി തരുമെന്ന് ആരോഗ്യമന്ത്രി വാക്ക് നൽകുന്നു. അതിൽ സ്വാഭാവികമായും ഹർഷന എന്ന് പറയുന്ന വ്യക്തി വിശ്വസിക്കുകയാണ്. കാരണം മന്ത്രിയെ അവിശ്വസിക്കേണ്ട ഒരു കാര്യം ഒരു സാധാരണ പൗര എന്ന രീതിയിൽ ഹർഷനയ്ക്കില്ല. പക്ഷെ എന്നിട്ട് കൂടി ഇപ്പോൾ ഡിസംബർ 12 കഴിഞ്ഞു, ജനുവരി 12 കഴിഞ്ഞു, ഫെബ്രുവരി 12 കഴിഞ്ഞു, ഇനിയിപ്പോ മാർച്ച് 12 ആകാൻ പോകുന്നു. അതായത് 3 മാസം പിന്നിടാൻ പോകുന്ന ഒരു വേളയിൽ വെറും ഇനി 10 11 ദിവസങ്ങൾ മാത്രമാണ് 3 മാസത്തിനുള്ളത്. ഈ എന്തെങ്കിലും ഒരു സമിതിയെ ഇക്കാര്യത്തിൽ നിയോഗിച്ചു എന്ന് വ്യക്തമാക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. പക്ഷെ അത്തരത്തിലൊരു കാര്യവും അവരോട്, ആ ഇരയോട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. DME ഒരു അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും ഈ DMEയുടെ ഒരു അന്വേഷണം ഉണ്ടാകും. അതിനപ്പുറത്ത് സർക്കാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ 3ാമത്തെ ഒരു പ്രസവത്തിന് വേണ്ടി ഒരു യുവതി, അതായത് അന്ന് 25 വയസ്സ് മാത്രമുള്ള ഒരു യുവതി പോവുകയും അവിടെ ഡോക്ടർമാരുടെ അശ്രദ്ധയെ തുടർന്ന് അവരുടെ വയറ്റിൽ ആ ശസ്ത്രക്രിയക്കിടെ ഒരു കത്രിക കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതിന്റെ പേരിൽ അവർ ഇത്രയും കാലമായി ശാരീരിക അവശത അനുഭവിക്കുന്നു. അതിന്റെ പേരിൽ ഉള്ള ട്രീറ്റ്മെന്റിനായി അവർക്ക് വന്ന സാമ്പത്തിക നഷ്ടം, അതിന്റെ പേരിലുള്ള ശാരീരിക അവശതയുടെ പേരിൽ അവർ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ, ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരു ബാധ്യത നമ്മുടെ അധികൃതർക്കുണ്ട്. എത്രമാത്രം അധികൃതർ ഇതിനകത്ത് നിസ്സംഗത പുലർത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ഇത്രയും ഒക്കെ അന്വേഷണങ്ങൾ നടത്തിയിട്ടും ആ റിപ്പോർട്ടുകളെല്ലാം തന്നെ അവിടെ പൂഴ്ത്തിവെക്കപ്പെടുകയാണ് എന്നുള്ളതിൽ ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി സാധാരണ പൗരന് ലഭിക്കേണ്ട അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഇവിടെ കാണുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ഉന്നതരെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം നമുക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ട ബാധ്യത ആരോഗ്യമന്ത്രിക്കുണ്ട്, ആരോഗ്യ വകുപ്പിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.